യോ ഗൈസ് വാട്സാപ്പ് ഗെയിമിംഗ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം മനസ്സിൽ വരുന്നത് GTA, ഗോഡ് ഓഫ് വാർ, സ്പൈഡർമാൻ, ഫിഫ പോലുള്ള ലെജൻഡറി ഗെയിംസ് ആയിരിക്കും. പക്ഷേ ഈ ഗെയിംസിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഗെയിമിംഗ് ലോകത്തിൽ തന്നെ മാറ്റിമറിച്ച ഒരു പേരുണ്ട്. ഏതൊരാണിനോടും തനിക്കൊരു വിഷ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം പ്ലേ സ്റ്റേഷൻ. ഇന്ന് നമുക്ക് കാണാൻ പോകുന്നത് പ്ലേ സ്റ്റേഷൻ എങ്ങനെ ജനിച്ചു, ആദ്യ കൺസോൾ എങ്ങനെയുണ്ടായി, PS1 മുതൽ PlayStation 5 വരെയുള്ള സോണിയുടെ ഒരു ജേണിയാണ്. സോ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചാപ്റ്റർ 1 ഒറിജിൻ ഓഫ് പ്ലേ സ്റ്റേഷൻ. 1990s കാലത്ത് ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലെ രാജാവ് നിൻറ്റൻഡോ ആയിരുന്നു. അന്ന് ഗെയിംസ് മോസ്റ്റ്ലി കാർട്രിഡ്ജസ് ഉപയോഗിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതേസമയം സോണി CD ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്യുകയായിരുന്നു. സോണിയും നിൻറ്റൻഡോയും ചേർന്ന് നിൻറ്റൻഡോ പ്ലേ സ്റ്റേഷൻ എന്ന CD ബേസ്ഡ് ഗെയിമിംഗ് പ്രോജക്റ്റ് ആരംഭിച്ചു. പക്ഷേ പിന്നീട് നിൻറ്റൻഡോ സോണിയെ വിട്ട് മറ്റൊരു കമ്പനിയുമായി ഡീൽ ചെയ്തു. ഇത് സോണിക്ക് വലിയൊരു ഇൻസൾട്ടായി. അതിനുശേഷം സോണി ഒരു വലിയ തീരുമാനമെടുത്തു. ആ തീരുമാനം പിന്നീട് ഗെയിമിംഗ് ഹിസ്റ്ററി തന്നെ മാറ്റിമറിച്ചു. ചാപ്റ്റർ 2 ബർത്ത് ഓഫ് PS1. 1994-ൽ ജപ്പാനിലാണ് ആദ്യമായി PS1 ലോഞ്ച് ചെയ്തത്. ഈ കൺസോൾ ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ റെവല്യൂഷനൈസ് ചെയ്തു. കാരണം ഇത് CD ഉപയോഗിച്ചായിരുന്നു ഗെയിംസ് റൺ ചെയ്തത്. അതിനാൽ ഗെയിംസ് കൂടുതൽ സ്റ്റോറേജ് ലഭിക്കുകയും ബെറ്റർ 3D ഗ്രാഫിക്സ് നൽകുകയും ചെയ്തു. ഡെവലപ്പേഴ്സിന് ഗെയിംസ് ഉണ്ടാക്കാൻ എളുപ്പവുമായി. പ്ലേയേഴ്സ് ആദ്യമായി റിയലിസ്റ്റിക് 3D ഗെയിമിംഗ് എക്സ്പീരിയൻസ് കാണാൻ തുടങ്ങി. ഈ കാലത്ത് ക്രാഷ് ബാൻഡിക്കോട്ട്, റെസിഡന്റ് ഈവിൾ, മെറ്റൽ ഗിയർ സോളിഡ്, ഫൈനൽ ഫാന്റസി പോലുള്ള ലെജൻഡറി ഗെയിംസ് പുറത്തിറങ്ങി. PS1 ലോകമെമ്പാടും 100 മില്യണിലധികം യൂണിറ്റ്സ് വിറ്റു. സോണിയെ ഗെയിമിംഗ് ലോകത്തിലെ പുതിയ കിങ് ആക്കി. ചാപ്റ്റർ 3 ദ റൈസ് ഓഫ് PS2. 2000-ൽ സോണി ലോഞ്ച് ചെയ്തതാണ് PlayStation 2. PS2 ഒരു കൺസോൾ മാത്രമല്ലായിരുന്നു, ഒരു ഫിനോമിനൻ ആയിരുന്നു. കാരണം അത് ഗെയിമിംഗ് കൺസോൾ മാത്രമല്ല, DVD പ്ലെയർ കൂടിയായിരുന്നു. അന്ന് DVD പ്ലെയേഴ്സ് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. അതിനാൽ പലരും മൂവി കാണാനും ഗെയിം കളിക്കാനും PS2 വാങ്ങി. ഈ കൺസോളിൽ GTA സാൻ ആൻഡ്രിയാസ്, ഗോഡ് ഓഫ് വാർ, നീഡ് ഫോർ സ്പീഡ്, മോസ്റ്റ് വാണ്ടഡ്, ഷാഡോ ഓഫ് ദി കൊളോസസ് പോലുള്ള ലെജൻഡറി ടൈറ്റിൽസ് പുറത്തിറങ്ങി. PS2 പിന്നീട് ലോകത്തിലെ ബെസ്റ്റ് സെല്ലിംഗ് കൺസോളായി മാറി. 155 മില്യണിലധികം യൂണിറ്റ് സോൾഡ് ചെയ്ത് ഇന്നും റെക്കോർഡ് നിലനിർത്തുന്നു. ചാപ്റ്റർ 4 ദ PSP ഇറ. 2004-ൽ സോണി പോർട്ടബിൾ ഗെയിമിംഗ് മാർക്കറ്റിലേക്ക് കടന്നു. അപ്പോൾ ലോഞ്ച് ചെയ്തതാണ് PlayStation പോർട്ടബിൾ അഥവാ PSP. PSP ആ കാലത്തിന് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ഡിവൈസ് ആയിരുന്നു. പോർട്ടബിൾ GTA, പോർട്ടബിൾ ഗോഡ് ഓഫ് വാർ, മ്യൂസിക് പ്ലെയർ, വീഡിയോ പ്ലെയർ, വൈഫൈ ഗെയിമിംഗ് എല്ലാം ഒരു ചെറിയ ഡിവൈസിൽ. ഗോഡ് ഓഫ് വാർ, ചെയിൻസ് ഓഫ് ഒളിമ്പസ്, GTA വൈസ് സിറ്റി സ്റ്റോറീസ്, ടെക്കൻ പോലുള്ള ഗെയിംസ് PSPയെ സ്കൂൾ കുട്ടികളുടെ ഡ്രീം ഗാഡ്ജറ്റ് ആക്കി മാറ്റി. ചാപ്റ്റർ 5 PS3 ആൻഡ് ദ കംബാക്ക്. 2006-ൽ സോണി ലോഞ്ച് ചെയ്തത് PlayStation 3 ആയിരുന്നു. PS3 വളരെ പവർഫുൾ കൺസോൾ ആയിരുന്നു. സോണി ബ്ലൂറേ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗ്രാഫിക്സ് വലിയൊരു ലെവലിലേക്ക് എത്തിച്ചു. പക്ഷേ ലോഞ്ച് സമയത്ത് കൺസോൾ വളരെ എക്സ്പെൻസീവ് ആയതിനാൽ തുടക്കത്തിൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതേസമയം കോമ്പറ്റീറ്റേഴ്സ് വലിയ കോമ്പറ്റീഷൻ നൽകി. പക്ഷെ പിന്നീട് അമേസിംഗ് എക്സ്ക്ലൂസീവ് ഗെയിംസ് കാരണം PS3 മാസീവ് കംബാക്ക് നടത്തി. ദ ലാസ്റ്റ് ഓഫ് അസ്, അൺചാർട്ടഡ് 2, എമംഗ് തീവ്സ്, GTA 5 പോലുള്ള ഗെയിംസ് PS3നെ വീണ്ടും പോപ്പുലർ ആക്കി. ചാപ്റ്റർ 6 PS4 ഡോമിനേറ്റ്സ് ദ ഗെയിമിംഗ് വേൾഡ്. 2013-ലെത്തിയ PlayStation 4 സോണിയുടെ മാസീവ് കംബാക്ക് ആയിരുന്നു. അഫോർഡബിൾ പ്രൈസ്, സ്മൂത്ത് ഓൺലൈൻ ഗെയിമിംഗ്, ബെറ്റർ ഡെവലപ്പർ സപ്പോർട്ട്, അമേസിംഗ് എക്സ്ക്ലൂസീവ്സ് ഇതൊക്കെ PS4നെ ഹ്യൂജ് സക്സസ് ആക്കി. ഈ ജനറേഷനിൽ ഗോഡ് ഓഫ് വാർ, മാർവൽ സ്പൈഡർമാൻ, ഹൊറിസൺ സീറോ ഡോൺ, ഗോസ്റ്റ് ഓഫ് ഷഷൂമ പോലുള്ള മാസ്റ്റർ പീസുകൾ പുറത്തിറങ്ങി. PS4 പിന്നീട് 117 മില്യണിലധികം യൂണിറ്റ്സ് സോൾഡ് ചെയ്ത് സോണിയെ വീണ്ടും ഗെയിമിംഗ് ലോകത്തിൻ്റെ ടോപ്പിലേക്ക് എത്തിച്ചു. ചാപ്റ്റർ 7 ദ പവർ ഓഫ് PS5. 2020-ൽ ഫൈനലി സോണി ലോഞ്ച് ചെയ്തത് PlayStation 5 ആയിരുന്നു. PS5 നെക്സ്റ്റ് ജെൻ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൊണ്ടുവന്നു. അൾട്രാ ഫാസ്റ്റ് SSD, റേ ട്രേസിംഗ് ഗ്രാഫിക്സ്, ഇൻസ്റ്റന്റ് ലോഡിംഗ്, ഡ്യുവൽ സെൻസ് കൺട്രോളർ വൈബ്രേഷൻസ് എല്ലാം ഗെയിമിംഗ് കൂടുതൽ റിയലിസ്റ്റിക് ആക്കി. മാർവൽ സ്പൈഡർമാൻ 2, ഗോഡ് ഓഫ് വാർ റാഗ്നറോക്ക്, ഡീമൺ സോൾസ് പോലുള്ള ഗെയിംസ് PS5 ജനറേഷനെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് പോലെ മാറ്റി. സോണിയുടെ സക്സസിന് പിന്നിലെ ബിഗ്ഗസ്റ്റ് റീസൺ എന്താണെന്ന് അറിയാമോ? അവർ കൺസോൾസ് മാത്രമല്ല ഉണ്ടാക്കിയത്, അവർ അൺഫർഗറ്റബിൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാക്കിയത്. PS1 മുതൽ PS5 വരെ ഓരോ ജനറേഷനും ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ നെക്സ്റ്റ് ലെവലിലേക്ക് എടുത്തു. നിൻറ്റൻഡോ ഇൻസൾട്ട് ചെയ്ത ഒരു കമ്പനി ഇന്ന് ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലെ ബിഗ്ഗസ്റ്റ് ബ്രാൻഡ്സിൽ ഒന്നായി മാറി. അതാണ് പ്ലേ സ്റ്റേഷൻ്റെ റിയൽ ജേണി.
അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേ സ്റ്റേഷൻ കൺസോൾ ഏതാണ്? PS2 ആണോ, PS4 ആണോ, അല്ലെങ്കിൽ PS5 ആണോ? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആൻഡ് നിങ്ങളൊരു ഗെയിമിംഗ് ഫാൻ ആണെങ്കിൽ എന്തായാലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.